കുറുമാറ്റ വിവാദം കത്തിക്കൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ സംഭവത്തെ ഒറ്റപ്പെട്ട വ്യക്തികളുടെ തീരുമാനം എന്ന നിലയിൽ മാത്രം കാണുന്നത് ശരിയല്ല. രാജ്യത്തെ ശക്തമായി വളരുന്ന ഒരു രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനെ വിലയിരുത്തേണ്ടത്. അത് അധികാരം പിടിക്കുവാൻ ഏതു മാർഗവും സ്വീകരിക്കുന്ന BJPയുടെ ഒരു സമീപനമാണ്. ആം ആദ്മി പാർട്ടിയിൽ നിന്നും 7 രാജ്യസഭാ MP ഒരുമിച്ച് BJPയിലേക്ക് ചേക്കേറുന്നത് സാധാരണ ഒരു രാഷ്ട്രീയ മാറ്റമല്ല. പ്രത്യേകിച്ച് പഞ്ചാബ് പോലൊരു സംസ്ഥാനത്ത് BJPക്ക് സ്വാഭാവികമായ രാഷ്ട്രീയ അടിസ്ഥാനമില്ലാത്ത സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ നേടാനാകാത്ത പ്രാതിനിധ്യം പിന്നാമ്പുറ നീക്കങ്ങളിലൂടെ ഉറപ്പാക്കുന്നതിൻ്റെ തെളിവാണിത്. ആം ആദ്മി അഥവാ സാധാരണക്കാരുടെ പാർട്ടി എന്നത് അവർ പേരുമാറ്റി കോടീശ്വരന്മാരുടെ പാർട്ടി എന്നാക്കി മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. പഞ്ചാബിൽ ഒരു കാലത്തും ഭരിക്കാൻ കഴിയാത്ത 6.6% മാത്രം വോട്ട് ലഭിച്ച BJPക്ക് സംസ്ഥാനത്തിന് 85.7% പ്രാതിനിധ്യം രാജ്യസഭയിൽ ഉണ്ടാക്കി കൊടുത്തു എന്നതാണ് ആം ആദ്മി പാർട്ടി കോടീശ്വരന്മാർക്ക് ടിക്കറ്റ് വിറ്റതിൻ്റെ ആത്യന്തിക ഫലം. 2017 കോൺഗ്രസ് വിട്ടുപോയ സുശീൽ ഗുപ്ത എന്ന കോടീശ്വരന് 1 മാസത്തിനുള്ളിൽ കെജ്രിവാൾ രാജ്യസഭാ സീറ്റ് നൽകി. പ്രശാന്ത് ഭൂഷണും യോഗേന്ദ്ര യാദവും പ്രൊഫസർ ആനന്ദ് കുമാറിനും അശുതോഷിനും കുമാർ വിശ്വാസിനും ഒന്നും നൽകാതെ സീറ്റാണ് ആസ്തി നോക്കി മാത്രം ആം ആദ്മി പാർട്ടി നൽകിയത്. സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം രാജ്യസഭാ സീറ്റ് നൽകിയാൽ പഞ്ചാബിലെ MP കാര്യത്തിൽ സംഭവിച്ചത് ഇനിയും നടക്കും. പണം നൽകി ടിക്കറ്റ് നേടിയവരെ പാർട്ടിയിൽ പിടിച്ചു നിർത്താൻ സാധിക്കില്ല. 7 MP കൂടി പുറത്തു പോയതോടെ ആം ആദ്മി പാർട്ടി BJPയെ വളർത്തുന്ന പാർട്ടിയായി മാറിക്കഴിഞ്ഞു. ഇവിടെ ചോദിക്കേണ്ട പ്രധാന ചോദ്യമാണ് ജനവിധിയെ മറികടക്കുവാനുള്ള ഈ വഴികൾ എത്രത്തോളം ന്യായമാണ് എന്നുള്ളത്. പലപ്പോഴും BJP സ്ഥിരതയും വികസനവും എന്ന മുദ്രാവാക്യം ഉയർത്തുമ്പോഴും ഇത്തരം നീക്കങ്ങൾ പാർട്ടിയുടെ യഥാർത്ഥ രാഷ്ട്രീയ സ്വഭാവത്തെ പുറത്തു കൊണ്ടുവരും. അധികാരം നിലനിർത്തുവാനും വ്യാപിപ്പിക്കുവാനും തെരഞ്ഞെടുപ്പ് ഫലങ്ങളെപ്പോലും മറികടക്കുവാൻ തയ്യാറായ ഒരു രാഷ്ട്രീയ ശൈലി ഇവിടെ വ്യക്തമാണ്. കൂടാതെ കൂറുമാറ്റ നിരോധനത്തിൻ്റെ ലൂപ്പ് ഹോൾ അത് ഉപയോഗിക്കുന്ന രീതിയും ശ്രദ്ധേയമാണ്. 3-ൽ 2 അംഗങ്ങൾ ഒരുമിച്ച് മാറിയാൽ അയോഗ്യത ഒഴിവാക്കാമെന്ന വ്യവസ്ഥ അത് BJP പോലുള്ള ശക്തമായ പാർട്ടികൾക്ക് രാഷ്ട്രീയ ആയുധമായി മാറുന്നുവെന്നത് ഈ സംഭവത്തിൽ വീണ്ടും തെളിയുകയാണ്. നിയമം നിലനിൽക്കുമ്പോഴും അതിൻ്റെ ആത്മാവില്ലാതാകുന്ന അവസ്ഥയാണിത്. രാഷ്ട്രീയത്തിൽ ആശയങ്ങളും നയങ്ങളും അടിസ്ഥാനമാക്കിയാണ് പാർട്ടികൾ നിലനിൽക്കേണ്ടത്. എന്നാൽ ഇവിടെ കാണുന്നത് വ്യക്തിപരമായ ലാഭവും അധികാര കൊതിയും ചേർന്നൊരു കൂട്ടുകെട്ടാണ്. MP വാദമെന്ന് പറയുന്നത് രാജ്യ താല്പര്യമെന്നാണെങ്കിലും സമയവും സാഹചര്യവും നോക്കുമ്പോൾ അത് വിശ്വസിക്കുവാനും ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും പാർട്ടിക്കുള്ളിലെ ഭിന്നതകൾ ശക്തമായ സമയത്ത് ഇത്തരമൊരു കൂട്ടരാജ്യം നടക്കുന്നത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത നീക്കമാണെന്ന് സംശയിക്കപ്പെടുന്നുണ്ട്. BJP പല സംസ്ഥാനങ്ങളിലും ഇതേ മാതൃകയാണ് പിന്തുടരുന്നത്. പ്രതിപക്ഷ പാർട്ടികളെ ദുർബലപ്പെടുത്തുക, അവരുടെ നേതാക്കളെ ആകർഷിക്കുക, പിന്നെ അധികാരം കൈവശപ്പെടുത്തുക. ഇത് ഒരു സാധാരണ രാഷ്ട്രീയ മത്സരമല്ല, മറിച്ച് ജനാധിപത്യ സംവിധാനത്തിൽ തന്നെ മറിച്ചിടുന്ന ഒരു നീക്കമാണ്. ജനങ്ങൾ നൽകുന്ന അംഗീകാരം മാനിക്കാതെ അധികാരം കൈവശപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെങ്കിൽ അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാവിക്ക് തന്നെ വലിയ ഭീഷണിയായിരിക്കും.